നമുക്കറിയാം, ക്രൈസ്തവ ജീവിതം ഒരു തീർത്ഥാടനമാണ്, യാത്രയാണ്. എവിടേക്കുള്ള യാത്ര എന്നതാണ് ചോദ്യം. ഈ യാത്ര പരിശുദ്ധ മാമോദീസായിൽ കൂടി ആരംഭിക്കുകയാണ്, സ്വർഗീയ കാനാനിലേക്ക്. ഈ ലോകം ശാശ്വതമായ ലോകമല്ല, ഇവിടെയല്ല നമ്മളുടെ ശാശ്വതമാകുന്ന വാസവും. അതുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. പരിശുദ്ധ മാമോദീസായുടെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും ഒക്കെ പ്രാപിച്ചിട്ട് പുതിയ ഒരു ലോകത്തിലേക്ക്, പുതിയൊരു ലോകത്തിൻ്റെ അനുഭവത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് നാം യാത്രയാവുകയാണ്. അപ്പോൾ ക്രൈസ്തവ ജീവിതം തന്നെ പൊതുവായി ഒരു തീർത്ഥാടനവും യാത്രയും ആകുന്നതുകൊണ്ട് നാം ഇപ്പോൾ ചിന്തിക്കുവാൻ പോകുന്ന യാത്രയ്ക്കും നമ്മളുടെ ജീവിതയാത്രയിൽ, സ്വർഗീയ യെരൂശലേമിലേക്കുള്ള യാത്രയിൽ കുറേയധികം കാര്യങ്ങളെ തീർച്ചയായും നമ്മോട് പറഞ്ഞു നൽകുവാനായിട്ട് ഉണ്ടാകും. ആദ്യത്തെ യാത്ര പ്രത്യക്ഷപ്പെടുന്നത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിലാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ട്: ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് യാത്രയാകുന്നു. അവരുടെ യാത്ര വാഗ്ദത്ത നാടായ കാനാനിലേക്കാണ്. ഇവിടെ ഏകദേശം 6 ലക്ഷത്തോളം ആളുകൾ യാത്രയാകുന്നു എന്നാണ് വേദഭാഗത്തിൽ നാം കാണുന്നത്. 6 ലക്ഷത്തോളം പേർ യാത്രയാകുന്നു. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത നാടായ കാനാനിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു ജനത മുഴുവനും വിശ്വാസത്തോടുകൂടി യാത്രയാകുന്നു. ഈ യാത്രയ്ക്ക് ഒരു പൊതുവായി ഒരു പേര് നമുക്ക് നൽകാം: വാഗ്ദത്ത പ്രാപ്തിക്ക് വേണ്ടിയുള്ള യാത്ര. ഇസ്രായേലി ജനത യാത്ര ചെയ്യുന്നത് വാഗ്ദത്ത പ്രാപ്തിക്ക് വേണ്ടിയാണ്. ദൈവം തമ്പുരാൻ അവർക്കായി നൽകുവാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു ദേശത്തിലേക്ക് ഈ ജനം മുഴുവനും യാത്രയാകുന്നു. പ്രത്യാശയോടുകൂടി, ദൈവവിശ്വാസത്തോടുകൂടി ഇവർ യാത്രയാകുന്നു. 37-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇപ്രകാരമാണ്: എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റയംസേസിൽ നിന്ന് സൂക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. എന്നാൽ പഴയ നിയമ പുസ്തകം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിൽ തന്നെ നാം കാണുന്നുണ്ട്, ഈ യാത്ര വളരെ ശുഭകരമായി അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ഈ 6 ലക്ഷം പേർക്കും സാധിക്കുന്നില്ല. നാം കാണുന്നു, 6 ലക്ഷത്തിൽ പരം ആളുകൾ യാത്ര തിരിക്കുകയാണ്. എന്നാൽ ഈ യാത്ര തിരിക്കുന്ന ജനതയ്ക്ക് വളരെ സന്തോഷത്തോടുകൂടി വാഗ്ദത്ത നാടിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ഈ സമയം ഉണ്ടാകേണ്ടതാണ്. അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. പലതവണ ആവർത്തിച്ച് യഹോവയായ ദൈവം ഈ ജനതയോട് പറയുന്നുണ്ട്: നിങ്ങളെല്ലാവരും ഈ യാത്രയിൽ വിജയിക്കുകയില്ല. നൂന്റെ മകനായ യോശുവ അവിടെ പ്രവേശിക്കും, കാലേബ് അവിടെ പ്രവേശിക്കും. എന്നാൽ നിങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഇത്രയധികം പുരുഷാരം ഈ വലിയ യാത്രയ്ക്ക് വിജയത്തിന്റെ അനുഭവത്തിലേക്ക് എത്തുവാൻ ഇടയില്ല. എന്തുകൊണ്ടാണ് സ്വർഗീയവാനായ പിതാവാം ദൈവം ഈ ജനതയോട് ഇപ്രകാരം പറയുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ്. അതിനുള്ള ഉത്തരവും ഈ വേദഭാഗത്ത് തന്നെ നാം കാണുന്നുണ്ട്. ഒന്നാമതായി, ഈ ജനതയ്ക്ക് ഉണ്ടായിരുന്ന പ്രശ്നം വിളിച്ച ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ്. നാം കാണുന്നു, പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനത മിസ്രൈമിലെ ക്രൂരമായ അടിമത്തത്തിലാണ്. ഫറവോ രാജാക്കന്മാർ അവരെ നിർദ്ദയമായി പീഡിപ്പിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്, നൊമ്പരപ്പെടുത്തുകയാണ്. വേദനയുടെയും പ്രയാസത്തിന്റെയും മധ്യത്തിൽ ഈ ജനത യഹോവയോട് നിലവിളിച്ചു: ഞങ്ങളെ ഇവിടെ നിന്ന് വിടുവിക്കണമേ. വിമോചകനായി മോശയെ അയച്ചു കൊടുത്തു. മോശ ഫറവോ രാജാവിനോട് സംസാരിച്ചു. പക്ഷേ രാജാവ് ഓരോ പ്രാവശ്യവും മോശ രാജാവിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഈ ജനതയെ വിടാം എന്ന് പറയുകയും, എന്നാൽ മോശ യാത്രയാകുമ്പോൾ വീണ്ടും വീണ്ടും അവന്റെ ഹൃദയം കഠിനമാവുകയും ചെയ്തു. അങ്ങനെ സംഹാരകൻ എന്ന 10ാമത്തെ ബാധ കടന്നു വന്നു. സംഹാരകൻ ബാധ കടന്നു വരുമ്പോൾ ഈ ജനതയെ സ്വതന്ത്രമാക്കി വിടാതെ യാതൊരു തരവുമില്ല എന്ന് മനസ്സിലാക്കിയ ഫറവോ രാജാവ് ഗത്യന്തരമില്ലാതെ ഈ ജനതയെ സ്വതന്ത്രമാക്കുകയാണ്. ഈ ജനത യാത്ര ആരംഭിച്ചു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ദൈവത്തിന്റെ വലതുകരം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത്, അവർ യാത്ര ചെയ്തപ്പോൾ അവരുടെ കാലുകൾ നീര് വെച്ച് വീങ്ങിയില്ല, അവർ ധരിച്ചിരുന്ന വസ്ത്രം പഴകിപ്പോയതുമില്ല.
യഹോവയായ ദൈവം ഉള്ളം കൈയിൽ ഇവരെ പരിപാലിച്ചാണ് യാത്രയാക്കിയത്. എന്നാൽ ഈ യാത്രയിൽ സർവശക്തനോട്, അവന്റെ അഭിഷിക്തന്മാരോട് മറുതലിക്കുന്ന അനുഭവമാണ് ഇസ്രായേൽ ജനത പ്രവർത്തിക്കുന്നത്. സർവശക്തനോടും അവന്റെ അഭിഷിക്തന്മാരോടും, തിരഞ്ഞെടുക്കപ്പെട്ട അയച്ച മോശയോടും അഹറോനോടും അവന് കൂട്ടായി നിൽക്കുന്നവരോടും ഒക്കെ മറുതലിക്കുന്ന അനുഭവം ഇസ്രായേൽ ജനതന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ആവർത്തിച്ച് ഈ മറുതലിപ്പിന്റെ അനുഭവം വേദഭാഗത്ത് നാം കാണുന്നുമുണ്ട്. വിളിച്ചവനായ ദൈവത്തിൽ വിശ്വാസമില്ലാതെയാണ് ഈ ജനത യാത്രയാകുന്നത്. അതിന് സുന്ദരമായ ഉദാഹരണം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ അവിടെ കാണുന്നു, മാറായിൽ ഈ ജനമെത്തി. അവിടുത്തെ ജലം കുടിക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചില്ല. അത് കയ്പുള്ളതായിരുന്നു. അതിന് മാറ എന്നവർ പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പെറുപെറുത്തു. യാത്ര തുടങ്ങി അധിക നേരമായില്ല. വാഗ്ദത്ത നാടിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം യഹോവയുടെ ബലമുള്ള കൈയാൽ പിടിച്ചു നടത്തപ്പെട്ട ഒരു ജനത, യഹോവയുടെ ശക്തി വേറെ ഏത് ജനതയെക്കാളും തിരിച്ചറിയുന്ന ഒരു ജനത, യാത്ര തുടങ്ങി അധിക നേരമാകുന്നതിന് മുൻപ് തങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം ക്രമീകരിച്ചയച്ച പുരുഷനോട്, മോശയോട് മറുതലിക്കുകയാണ്, ഞങ്ങൾ എന്ത് കുടിക്കും? ചിന്തിക്കണം. പ്രയാസത്തിന്റെയും പ്രതിബന്ധങ്ങളുടെയും നടുവിൽ നിന്ന് പ്രത്യാശയുടെ ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു ദൈവത്തിന് നേരെ മറുതലിക്കുവാൻ തുടങ്ങുകയാണ്. നടത്തിയ വലിയ കൃപകളെ ഒന്നും ഓർക്കാതെ പോവുകയാണ്. ഞങ്ങൾ എന്തു കുടിക്കും? എൻ്റെയും നിങ്ങളുടെയും ജീവിതവും ഇതുമായി താരതമ്യം ചെയ്യേണ്ടത് വളരെയേറെ ആവശ്യം തന്നെയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, പ്രതികൂലതകളിൽ, രോഗങ്ങളിൽ, സാമ്പത്തിക പരാധീനതകളിൽ കൈപിടിച്ച് നടത്തിയ ഒരു ദൈവമുണ്ട്. പ്രതിസന്ധികളെ വകവയ്ക്കുവാതെ, അനുവദിക്കാതെ സന്തോഷത്തോടുകൂടി ഒരു പുതിയ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ബലപ്പെടുത്തിയ ഒരു ദൈവമുണ്ട്. നൊമ്പരങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കൂടെ ഇരുന്നൊരു ദൈവമുണ്ട്. കുറച്ചു മുമ്പ് നാം പാടിക്കേട്ടതുമാണ്, രോഗശയ്യയിൽ കൂടെ ഇരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചതാണ്. രോഗം ഭേദമാക്കി തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനല്ല, രോഗശയ്യയിൽ കൂടെ ഇരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. ഇപ്രകാരം കൈപിടിച്ച് നടത്തിയ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും മറുതലിക്കാറുണ്ട്. തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകാറുണ്ട്. എന്നിട്ടും അവന് നമ്മെ ഇഷ്ടമാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. എന്നിട്ടും കാൽവരി കുരിശിൽ തൻ്റെ കരങ്ങളെ വിരിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഇനിയും എത്ര കാലം നാം ഓരോരുത്തരും യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. കൈപിടിച്ച് നടത്തിയ ഒരു ദൈവത്തെ നിസാരമായി കുടിക്കുവാൻ വെള്ളമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയ, ദൈവത്തിലുള്ള വിശ്വാസത്തെ ഉപേക്ഷിച്ചു പറഞ്ഞ, തള്ളിപ്പറഞ്ഞ ഒരു ജനത. നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടി എൻ്റെ പ്രതിബന്ധങ്ങളിൽ, എൻ്റെ നെടുവീർപ്പുകളിൽ, കഷ്ടപ്പാടുകളിൽ, രോഗങ്ങളിൽ സഹായിക്കുവാൻ എൻ്റെ അരുമനാഥൻ കൂടെയുണ്ട്. വിളിച്ചവൻ വിശ്വസ്തനാണ് എന്നുള്ളൊരു ബോധം വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഈ പരിശുദ്ധ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. വിളിച്ചവനിലുള്ള വിശ്വാസം ഈ ജനതയ്ക്ക് നഷ്ടപ്പെട്ടു. രണ്ടാമതായി വീണ്ടും നാം കാണുന്നുണ്ട്, ഈ ജനത 6 ലക്ഷം പേരിലധികം യാത്ര പുറപ്പെട്ടിട്ടും വളരെ കുറച്ചു പേർ മാത്രം വാഗ്ദത്ത നാടായ കാനാനെ പ്രവേശിക്കുമെന്ന് യഹോവയായ ദൈവം ആവർത്തിച്ച് ഈ ജനതയോട് ഉദ്ബോധിപ്പിച്ചതിന് കാരണം ലൗകിക സുഖങ്ങളോടുള്ള ഈ ജനതയുടെ അമിതമായ മോഹം നിമിത്തമാണ്. ലൗകിക സുഖങ്ങളോടുള്ള ഈ ജനതയുടെ അമിതമായ മോഹം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. 16-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കൾ അവരോട്,
ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീമിൽ വെച്ച് മരിച്ചാൽ കൊള്ളാമായിരുന്നു. ഇവിടെയാണ് ഇസ്രായേലി ജനത്തിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ അനുഭവം നാം മനസ്സിലാക്കുന്നത്. മിസ്രയീമിലെ കഠിനമായ നുകങ്ങളുടെ ഇടയിൽപ്പെട്ട് പ്രതിസന്ധിയിൽ നിന്നപ്പോഴാണ് അവർ ദൈവത്തോട് നിലവിളിച്ചത്, ഞങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം കടന്നു വരണമേ എന്ന്. വിമോചകനായ മോശെ അയച്ചു കൊടുത്ത് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിച്ച് കരതാരിൽ വഹിച്ച് നടത്തിയപ്പോൾ അവർ ദൈവത്തിന്റെ വലിയ പ്രവർത്തനങ്ങളെ മറന്നുപോവുകയാണ്. നിസ്സാരമായ ഭക്ഷണത്തിന്റെ പേരിൽ വീണ്ടും ദൈവത്തോട് മറുതലിക്കുന്നു. നാം കണ്ടു, ജലം കുടിക്കുവാനില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മാറായിലെ കയ്പ് ജലത്തെ മധുരമാക്കി കൊടുത്തു. എന്നിട്ടും യഹോവയുടെ കൈകളുടെ പ്രവർത്തനങ്ങളെ ഈ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ വസ്തുതയാണ്. തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. വീണ്ടും അവരുടെ പ്രയാസങ്ങൾ ജീവിതത്തിലെ ചെറിയ ചെറിയ നൊമ്പരങ്ങളെ കുറിച്ചാണ്. ഞങ്ങൾ എന്തു ഭക്ഷിക്കും? നാം ആദ്യം കണ്ടതാണ്, മോശയോട് ഇവർ പിറുപിറുത്തപ്പോൾ മോശ ചെയ്ത പ്രവർത്തനം, അവൻ യഹോവയോട് നിലവിളിച്ചു. യഹോവ ഒരു മരക്കൊമ്പ് കാണിച്ചു കൊടുത്തു. ആ മരക്കൊമ്പെടുത്ത് ജലത്തിലിട്ടു. മാറായിലെ കയ്പ് ജലം മധുരമുള്ളതായി തീർന്നു. ദൈവത്തെ വിശ്വസിക്കുന്നവരും ദൈവത്തെ അനുഗമിക്കുന്നവരും എപ്പോഴും ചെയ്യുന്നത് ഇത് തന്നെയാണ്. പ്രയാസത്തിന്റെ മധ്യത്തിൽ പിറുപിറുക്കുവാനല്ല, ദൈവത്തോട് ആലോചന ചോദിക്കും. അങ്ങനെ ഒരു മാതൃക കണ്ടിട്ട് പോലും ഇസ്രായേൽ ജനത വീണ്ടും ദൈവത്തോടും അവന്റെ അഭിഷിക്തരോടും മറുതലിക്കുകയാണ്. ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ യാതൊന്നുമില്ല. മിസ്രയീമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ധാരാളം സുഭിക്ഷമായി ഭക്ഷിക്കുവാൻ ആഹാരമുണ്ടായിരുന്നു. അവിടെ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരുന്നപ്പോൾ ഞങ്ങൾ തൃപ്തിയാകും വണ്ണം ഭക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. എന്തിനാണ് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് ഇങ്ങനെ യാത്ര പുറപ്പെടുവിക്കുന്നത്? ഇവരെ പോലെ ജീവിതത്തിൽ അനുദിനം നന്ദികേട് പ്രവർത്തിക്കുന്നവരായി ഞാനും നിങ്ങളും മാറാറുണ്ട്, അറിഞ്ഞും അറിയാതെയും. ദൈവം കൈപിടിച്ച് നടത്തിയതിനെ മറന്നുപോകുവാൻ ഇടയാകരുത്. തമ്പുരാന്റെ സ്നേഹത്തെക്കാൾ വലുതായി ഈ ലോകത്തിന്റെ മോഹങ്ങൾ, നിസാരമെന്ന് തോന്നുന്ന പല പല കാര്യങ്ങൾക്ക് വേണ്ടി സർവശക്തനെ തള്ളിപ്പറയുന്ന അനുഭവം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. നാമും വിളിച്ചു വേർതിരിക്കപ്പെട്ട പുതിയ നിയമ ഇസ്രായേലാണ്. നമ്മളുടെ ജീവിതത്തിൽ സർവശക്തനെ ഉപേക്ഷിച്ചു പറയുന്ന അനുഭവം ഒരിക്കലും ഉണ്ടാകരുത്. വിളിച്ചവനുള്ള വിശ്വാസ കുറവാണ് വാഗ്ദത്ത നാടായ കാനാനെ പ്രവേശിക്കുവാൻ തക്കവണ്ണം 6 ലക്ഷത്തിലധികം പേർ യാത്ര ചെയ്തിട്ടും അവരിൽ വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രം അവിടെ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നത്. ലൗകിക സുഖങ്ങളോടുള്ള അമിതമായ മോഹം നിമിത്തമാണ് ഇവരിൽ പലർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ വാഗ്ദത്ത നാടായ കാനാന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തടസ്സമായി നിന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഈ കുറവുകൾ ഉണ്ടാകരുത്. മറ്റു 3 സുപ്രധാനമായ ഓർമ്മപ്പെടുത്തലുകൾ കൂടി ഇസ്രായേലി ജനം വിസ്മരിക്കുന്നുണ്ട്. അത് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിലാണ് നാം കാണുന്നത്. സുപ്രധാനമായ 3 ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഇസ്രായേലി ജനത വിസ്മരിക്കുന്നു. 7-ാം അധ്യായം 6 മുതലുള്ള ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. അവിടെ യഹോവയായ ദൈവം മോശ മുഖാന്തരം ഇസ്രായേലി ജനത്തോട് അരുളി ചെയ്യുന്നു, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തത്. സുപ്രധാനമായ 3 ഓർമ്മപ്പെടുത്തലുകളാണ് യഹോവയായ ദൈവം ഇവിടെ ജനത്തിന് നൽകുന്നത്. ഒന്നാമതായി ഓർമ്മപ്പെടുത്തുന്നത്,
ദൈവമായ യഹോവയ്ക്ക് നിങ്ങൾ വിശുദ്ധിയുള്ള ഒരു ജനമാകുന്നു എന്ന ബോധ്യപ്പെടുത്തലാണ്. നിങ്ങൾ വിശുദ്ധിയുള്ള ഒരു ജനമാകുന്നു. ഈ ഓർമ്മപ്പെടുത്തൽ അവർ മറന്നുപോയി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സകല ജാതികളിലും വെച്ച് ഒരു ചെറിയ ജനക്കൂട്ടത്തെ തിരഞ്ഞെടുക്കുകയാണ് സ്വർഗീയ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുവാൻ, വാഗ്ദത്ത നാടായ കാനാന്റെ അനുഭവത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം വളരെ ചെറിയ ഒരു ജനക്കൂട്ടത്തെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ്? ഇതാണ് ഇവിടെ വായിച്ചു കേട്ടത്. നിങ്ങൾ വിശുദ്ധിയുള്ളൊരു ജനമാകുന്നു, വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ട ഒരു ജനമാകുന്നു. ഈ ബോധ്യം ജീവിതയാത്രയിൽ അവർക്ക് നഷ്ടപ്പെട്ടു. അറിഞ്ഞുമറിയാതെയും നാമും ഈ ബോധ്യത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്, ഈ ബോധ്യത്തിൽ നിന്ന് അകന്നു മാറുന്നുണ്ട്. ദൈവം വിളിച്ച് വേർതിരിച്ചതാണ് എന്ന ബോധ്യത്തിൽ നിന്ന്. ക്രിസ്തു ആകർഷിച്ചിട്ടല്ലാതെ അവനിലേക്ക് കടന്നു വരുവാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും നിങ്ങളും ക്രൈസ്തവ വിശ്വാസികളായി ക്രിസ്തുവിൻ്റെ അനുയായികളായി തീർന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആകുന്നു എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തു വിളിച്ചിട്ട് മാത്രമാണ് ഈ പരിശുദ്ധമാകുന്ന ജീവിതത്തിലേക്ക്, വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നിട്ടുള്ളത്. അവരുടെ യോഗ്യത കൊണ്ടും കഴിവുകൊണ്ടും കുടുംബ പാരമ്പര്യം കൊണ്ടൊന്നുമല്ല. അവനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ജീവിതത്തിൻ്റെ ഏതു മേഖലയിൽ ചെന്നാലും വിളിച്ചവൻ വിശ്വസ്തനാണ് എന്നുള്ള ബോധ്യവും, ഞാൻ വിശുദ്ധിക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യവും നഷ്ടപ്പെടുവാൻ ഇടയായി തീരരുത്. ദൈവസ്നേഹത്തിൻ്റെ പ്രതീക്ഷയും ദൈവസ്നേഹത്തിൻ്റെ പ്രത്യാശയുമാണല്ലോ നമ്മെ അനുദിനം വഴി നടത്തുന്നത്. ദൈവസ്നേഹമുള്ള ഒരുവനും ഭവനത്തിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ അകന്നു പോകുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. കാരണം മാതാവിലും പിതാവിലും സഹോദരങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ കാണുന്നത് ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യക്ഷമായ ഭാവങ്ങളാണ്. അറിഞ്ഞുമറിയാതെയുമൊക്കെ നമ്മളുടെ മക്കൾ ഭവനത്തെ വിട്ടുപോകുമ്പോൾ, ഇന്നലെ കാണുന്നവരുടെ സന്തോഷങ്ങളിൽ മയങ്ങി യാത്രയാകുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്നുകൂടിയാണ് അകന്നു പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, സമസൃഷ്ടിയോടുള്ള ബന്ധത്തിൽ, ആ സ്നേഹവലയത്തിൽ എന്നും സ്ഥിതി ചെയ്യുക തന്നെ ചെയ്യും. വിശുദ്ധിക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം ഇസ്രായേലിലെ ജനതയ്ക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവർ മൃഗീയമായ പ്രവർത്തനങ്ങൾ ചെയ്ത് യാത്രയാകുന്നത്. നമുക്കറിയാം, വളരെ പെട്ടെന്ന് തന്നെ അവർ വാഗ്ദത്ത നാടായ കാനാനിനെ പ്രവേശിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ വളരെയധികം വർഷങ്ങൾ മരുഭൂമിയിൽ കൂടി കിടന്ന് ചുറ്റിത്തിരിയുകയാണ്. ദൈവത്തെ എവിടെ ഉപേക്ഷിക്കുന്നുവോ, അവനിൽ നിന്ന് എപ്പോഴൊക്കെ അകന്നു പോകുന്നുവോ, മറുതലിക്കുന്നുവോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ലക്ഷ്യസ്ഥാനത്തിലെത്തുവാൻ വളരെയധികം പ്രയാസത്തിൻ്റെയും പ്രതിബന്ധങ്ങളുടെയും അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നത് മറന്നു പോകരുത്. ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ ഏതിരുട്ടിലും നമുക്ക് പ്രകാശം ഉദിക്കും. അതുകൊണ്ടാണല്ലോ ക്രിസ്മസിൽ, ക്രിസ്തുവിൻ്റെ ജനനത്തിൽ പാതിരാത്രിയിൽ ആകാശത്ത് താരകം ഉദിച്ചു നിന്നു. ആ താരകം കണ്ടാണ് വിദ്വാൻമാരൊക്കെ കാലിക്കൂടിനെ ലക്ഷ്യമാക്കി യാത്രയാകുന്നത്. ക്രിസ്തു കൂടെ ഇല്ലെങ്കിൽ ഏത് മധ്യാഹ്നത്തിലും ഇരുട്ടായിത്തീരും. അതുകൊണ്ടാണല്ലോ യേശു ക്രിസ്തു കുരിശിക്കപ്പെട്ടപ്പോൾ മധ്യാഹ്നത്തിൽ ഇരുട്ടായിത്തീർന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രകാശമാണോ ഇരുട്ടാണോ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഹൃദയത്തിൽ കൈവച്ച് ക്രിസ്തു കൂടെയുണ്ടോ എന്നൊന്ന് ചോദിച്ചാൽ മാത്രം മതി. വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ, ഞാൻ വാതിൽക്കൽ വന്നു നിന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. നെഞ്ചിൽ കൈവച്ചിട്ട് പറയുവാൻ സാധിക്കുമോ ക്രിസ്തു കൂടെയുണ്ട് എന്ന്? നെഞ്ചിൽ കൈവെക്കുമ്പോൾ അറിയാം, ചെറിയൊരു ഇടിപ്പ് കേൾക്കാം. നാഥൻ ഹൃദയത്തിൻ്റെ വാതിലുകളിൽ മുട്ടുകയാണ്. ഈ വാതിലിനെ തുറന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും പലപ്പോഴും പരാജയപ്പെട്ടു പോയതാണ് ഈ വിശുദ്ധരാകുവാനുള്ള വിളിയിൽ.
അതുകൊണ്ടാണല്ലോ അവരൊക്കെയും വഞ്ചിയും വലയും പിതാക്കന്മാരെയും ഒക്കെ ഉപേക്ഷിച്ച് യാത്ര ചെയ്തവരാണ്. ഞങ്ങൾക്കിതൊന്നും വേണ്ട, മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ യാത്രയായി അരുമനാഥന്റെ പിന്നാലെ. പക്ഷേ വഞ്ചിയും വലയും ഒക്കെ ഉപേക്ഷിച്ച ശിഷ്യന്മാർ ക്രിസ്തുവിന്റെ ശരീരത്തിൽ പുതിയ പുതിയ വലകളെ നെയ്യുകയായിരുന്നു. അതാണ് സുവിശേഷത്തിൽ കാണുന്നത്. ഇവർ വിചാരിച്ചു, ഇവൻ രാജാവായി വരുമ്പോൾ, ഇവൻ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുഭവത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കും ഈ ഒരു അനുഭവത്തെ പ്രാപിക്കുവാൻ സാധിക്കും. ലോകപ്രകാരമുള്ള മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും തൊഴിലിനെയും ഒക്കെ ഉപേക്ഷിച്ചാലും ഞങ്ങൾക്ക് ഇതിലും അധികം സൗഭാഗ്യകരമായൊരു അനുഭവം ഇവന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ശിഷ്യന്മാരിൽ പലരും ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ടാണ് രാത്രിയിൽ ക്രിസ്തു പിടിക്കപ്പെട്ടപ്പോൾ, ഞാൻ യഹൂദന്മാരുടെ കൈകളാൽ കൊല്ലപ്പെടുമെന്ന് പ്രവചിച്ചു പറഞ്ഞപ്പോൾ, ക്രിസ്തുവിനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, കോടതികളിൽ വിസ്തരിക്കുമ്പോൾ ഈ കൂടെ നിൽക്കാം എന്ന് പ്രതിജ്ഞ ചെയ്ത ശിഷ്യന്മാരൊക്കെ മരത്തിനിടയിൽ കൂടി ഓടിപ്പോയത്. ശിഷ്യന്മാർക്ക് പോലും ക്രിസ്തുവിനോട് നീതി പുലർത്താനായില്ല. പിന്നെ കേവലം അർത്ഥശരീരങ്ങളായ നമ്മളുടെ കാര്യം പറയേണ്ടതുണ്ടോ? വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണെങ്കിൽ അവനോട് നീതി പുലർത്തുവാൻ സാധിക്കണം. സാത്താന്റെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും, ഓരോ നിമിഷത്തിലും ഉണ്ടാകും. എങ്കിലും ഞാൻ അവന്റെ വലതുകരത്തിലാണ് പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് സാത്താൻ എന്നോടൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ സ്വർഗം സന്തോഷിക്കും, നമുക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട ക്രിസ്തു സന്തോഷിക്കും. ഈ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കുവാൻ കൂടിയുള്ളതാണല്ലോ. ആരാധനയുടെ ഒക്കെ പരമമായ ഒരു ലക്ഷ്യം അതുകൂടിയാണ്. അല്ല, നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മളുടെ ആവലാതികൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിക്കണമെന്ന് പറയുവാൻ വേണ്ടി മാത്രമുള്ളതല്ല ആരാധന. ദൈവത്തിന്റെ സന്നിധിയിൽ അവനെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ഒരാരാധന തന്നെയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും വിശുദ്ധിക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ അവന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. രണ്ടാമതായി, ഇവർ വീണ്ടും നഷ്ടപ്പെടുത്തുന്ന ഒരു ബോധ്യമുണ്ട്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 7-ാമത്തെ വാക്യത്തിൽ, 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ, നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നു. ഇവർ നഷ്ടപ്പെടുത്തിയ ബോധ്യം എന്ന് പറയുന്നത് ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരുമാകുന്നു എന്നുള്ള ബോധ്യം ഇസ്രായേലി ജനതയ്ക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരുമാകുന്നു എന്നുള്ള ബോധ്യം നാം കണ്ടതാണ്. മിസ്രൈമിലെ വേദനയിൽ കിടന്നപ്പോൾ അവർ കിടന്ന് അയ്യം വിളിച്ചു, ഞങ്ങളെ രക്ഷിക്കുവാൻ ഒരാളെ അയക്കണമേ, ഞങ്ങൾക്ക് സഹിക്കുവാൻ വയ്യ. അവിടെ നിന്ന് രക്ഷപ്പെട്ട് കുടിക്കുവാൻ വെള്ളവും കഴിക്കുവാൻ ആഹാരവും ഒക്കെ കിട്ടിയപ്പോൾ വീണ്ടും ദൈവത്തിന് നേരെ മറുതലിച്ചുകൊണ്ട് ഞങ്ങളുടെ കഴിവും പ്രാപ്തിയുമാണ് ഞങ്ങളെ ഈ അവസ്ഥയിലേക്ക്, ഞങ്ങളെ ഈ അനുഭവത്തിലേക്ക്, ഞങ്ങളെ വാഗ്ദത്ത നാടിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നുള്ള ഒരു ധാരണ, ഒരു തരത്തിൽ പറഞ്ഞാൽ മിഥ്യാധാരണ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. പലപ്പോഴും ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നതും ഇത് തന്നെയാണ്. ദൈവത്തോട് ചോദിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് രോഗസൗഖ്യവും അനുഗ്രഹങ്ങളും ജീവിതത്തിന് നല്ല കാലങ്ങളും ഒക്കെ നേടുമ്പോൾ, ഇവയൊക്കെ ലഭിച്ചു കഴിഞ്ഞ് പലപ്പോഴും നാം ചിന്തിക്കാറുള്ളതാണ്, ഇത് എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട്, എൻ്റെ മാതാപിതാക്കളുടെ പുണ്യം കൊണ്ട്, എൻ്റെ കുടുംബ മഹിമ കൊണ്ട്, പാരമ്പര്യം കൊണ്ട് അഭിമാനിക്കുവാൻ യാതൊന്നുമില്ല. കാരണം ഇതെല്ലാം അവന്റെ ദാനം മാത്രമാണ്. അതുകൊണ്ടാണല്ലോ വ്യക്തമായി ഇസ്രായേൽ ജനതയെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ താഴ്മയുടെ അനുഭവം എന്ന് പരിശീലിക്കുവാൻ സാധിക്കുന്നുവോ അന്ന് മാത്രമേ നമുക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ.
ഒന്ന് ചിന്തിക്കണം, ശരീരത്തിൽ ചെറിയ കുറച്ച് ബാക്ടീരിയകളുടെ പ്രവർത്തനം ഇച്ചിരി കൂടിപ്പോയാൽ വരാമാകുന്ന അസുഖങ്ങളും രോഗങ്ങളും മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ളൂ. സൗന്ദര്യമുണ്ടാകും, സമ്പത്തുണ്ടാകും, ജീവിക്കുവാൻ വേണ്ടുന്ന ചുറ്റുപാടുകളുണ്ടാകും, ബന്ധുബലം കാണും, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ശരീരത്തിലെ ചില പ്രവർത്തനങ്ങളിൽ മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ചെറിയ ബാക്ടീരിയകൾ, കണ്ണുകൾ കൊണ്ടുപോലും കാണുവാൻ സാധിക്കാത്ത ചില ബാക്ടീരിയകൾ, അവരുടെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തെ വളരെ അധികമായി ബാധിക്കും എന്ന് നമുക്കറിയാം. അഭിമാനിക്കുവാനോ അഹങ്കരിക്കുവാനോ യാതൊന്നുമില്ല. അഹങ്കരിക്കുന്നവരെയൊക്കെയും ശാസിക്കുന്ന ക്രിസ്തുവിനെയാണ് പരിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നത്. അതുകൊണ്ടാണല്ലോ പത്രോസ് ശ്ലീഹ പറഞ്ഞു, വേറെ ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നും തള്ളിപ്പറഞ്ഞിട്ട് പോത്തില്ല, ഞാൻ നിന്നോട് കൂടെ കാണും. വളരെ ബലവും ശക്തിയും ഒക്കെ പ്രകടിപ്പിച്ച ഒരു ശ്ലീഹ. ഇപ്പോഴും അവനെ താക്കീത് ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് കാണുന്നത്. ആത്മവിശ്വാസം നല്ലതാണ്, നല്ലത്. അഹങ്കാരത്തിലേക്ക് മാറിപ്പോകുമ്പോൾ ക്രിസ്തു പോലും അതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തിരിച്ചറിയണം. നമ്മളുടെ കഴിവും പ്രാപ്തിയുമല്ല, നമ്മളുടെ ബലം കൊണ്ടല്ല, നമ്മളുടെ മഹിമ കൊണ്ടും പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അനുഭവം കൊണ്ടും അല്ല, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മാത്രം നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് ബോധ്യമുണ്ടാകണം. വേദപുസ്തക ചരിത്രത്തിലുടനീളം കാണുന്നത് ഇത് തന്നെയാണ്. വിക്കനായ മോശയെ പിടിച്ച് ഇസ്രയേലി ജനതയെ നയിക്കുവാണ്ട കോണമാക്കി വെക്കുന്നു. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന അബ്രഹാമിനോട് സന്തതിയെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പറയുന്നു, നിന്റെ സന്തതികൾ കടൽക്കരയിലെ മണൽ പോലെയാകും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും. ലോകപ്രകാരം ബലമുണ്ട് എന്ന് കരുതുന്ന പലരെയും ദൈവം തൻ്റെ വേലയ്ക്കായി തന്നോട് കൂടെ വസിക്കുന്നതിലേക്ക് ക്ഷണിക്കുന്നില്ല. ലോകപ്രകാരം ശക്തിയില്ലെന്ന് കരുതുന്നവരെ, ലോകപ്രകാരം ബലഹീനരെന്ന് കരുതുന്നവരെയാണ് അവൻ തിരഞ്ഞെടുക്കുന്നതും തൻ്റെ ശുശ്രൂഷയ്ക്കായി മാറ്റിവെക്കുന്നതും. അതുകൊണ്ടാണല്ലോ ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ യാതൊരു ബോധവുമില്ലാത്ത, വിജ്ഞാനമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത കുറേയധികം ആളുകളെ പിടിച്ച് കർത്താവ് ആക്കി വെക്കുകയാണ് തൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി. അതിശയിച്ചു പോവും, ഇവരെന്ത് ചെയ്യാനാണ്? നിസാരന്മാരായ മുക്കുവന്മാർ. കടലിൻ്റെ ആഴങ്ങൾ പോലും ശരിയായി പഠിച്ചു മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരെ പിടിച്ചാക്കി വെക്കുകയാണ്, നിങ്ങൾ ഇനി എൻ്റെ രാജ്യം പണിയണം. ക്രിസ്തുവിന് വേണ്ടത് നമ്മുടെ ബലഹീനതകളാണ്, നമ്മളുടെ കുറവുകളാണ്. ബലഹീനതകളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അവൻ തീർച്ചയായും തൻ്റെ ശുശ്രൂഷയ്ക്കായി തന്നോട് കൂടിയുള്ള വാസത്തിലേക്ക്, തന്നെ ഏറ്റുപറയുന്ന അനുഭവത്തിലേക്ക് എത്തിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. കഷ്ടാനുഭവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മിൽ ആശ്ചര്യമുളവാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്. 3.5 വർഷക്കാലം ക്രിസ്തുവിനോടുകൂടെ പരിശീലിക്കപ്പെട്ട ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഏറ്റുപറയുവാൻ മറന്നുപോയപ്പോൾ അവനോടുകൂടി കുരിശിക്കപ്പെട്ട, ലോകപ്രകാരം പറയുമ്പോൾ ഒരു കള്ളൻ, അവനിലുള്ള വിശ്വാസത്തെ ഏറ്റുപറയുന്നു. പലപ്പോഴും ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന നമുക്കുള്ള വിശ്വാസത്തിനേക്കാളും എത്രയധികമായിട്ടുള്ള വിശ്വാസം നമ്മളുടെ സഹോദര വിശ്വാസികളിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. നമ്മളുടെ കഴിവും പ്രാപ്തിയും ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് വളരുവാൻ ഇടയാകട്ടെ. മൂന്നാമതായി ഈ ജനതം നഷ്ടപ്പെടുത്തിയ ഒരു ബോധ്യമുണ്ട്. അത് 7-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രൈമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തത്. ഇവിടെ പറയുന്നത് വളരെ ശ്രദ്ധാർഹമാണ്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടുമാകുന്നു. ഇവർ നഷ്ടപ്പെടുത്തിയ മൂന്നാമത്തെ ബോധ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാർ ദൈവമനുഷ്യ ബന്ധത്തിൽ സജീവരായിരുന്നു എന്നുള്ള ബോധ്യമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ ദൈവമനുഷ്യ ബന്ധത്തിൽ, ദൈവവുമായും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ സജീവരായിരുന്നു എന്നുള്ള ബോധ്യം ഈ ജനതയ്ക്ക് നഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞു, ഇവരുടെ കഴിവും പ്രാപ്തിയുമാണ് ഇതിന്
ഇടയായത് എന്നുള്ള ചിന്തയിലായിരുന്നു. ദൈവം പറഞ്ഞു, അല്ല, നിങ്ങൾ കുറവുള്ളവരാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. മൂന്നാമത് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹബന്ധം കൊണ്ടാണ് നിങ്ങളായിരിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ വഴി നടത്തിയ പിതാക്കന്മാരെയും വഴി നടത്തിയ മുതിർന്ന തലമുറയെയും മറന്നുപോകുന്നു എന്നുള്ളതാണ് ഈ കാലം നേരിടുന്ന ഏറ്റവും വലിയ അപജയം. അതുകൊണ്ടാണല്ലോ കൂണുകൾ പോലെ വൃദ്ധസദനങ്ങൾ മുളയ്ക്കുന്നത്. നമ്മെ വഴി നടത്തിയവരെ, മാർഗമോതി തന്നവരെ ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോകുവാൻ ഇടയാകരുത്. വാർദ്ധക്യത്തിന്റെ പരിദേവനങ്ങളിലും വേദനകളിലുമാകാം അവർ. ഒരുപക്ഷെ ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ അവരെ കൊണ്ട് നമുക്ക് യാതൊന്നും ഗുണമില്ല എന്ന് തോന്നിയേക്കാം. എങ്കിലും അവരുടെ സാന്നിധ്യം മതി നമ്മുടെ ഭവനം ഐശ്വര്യമുള്ളതാകുവാൻ. അവർക്കും കണ്ണുനീരണിഞ്ഞ പ്രയാസത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും ഒരു ബാല്യവും ശൈശവവും കൗമാരവും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ് ഇന്ന് നാം നിലനിൽക്കുന്നത്. യഹോവ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനതയെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തു, നിങ്ങളെ വാഗ്ദത്ത നാടായ കാനാനിലേക്ക് പ്രവേശിക്കാമെന്ന്. അതുകൊണ്ട് മാത്രം നിങ്ങളെ പ്രവേശിപ്പിക്കുകയാണ്. ഇന്ന് അനുഭവിക്കുന്ന സുഖവും സൗകര്യവും ജീവിതത്തിൻ്റെ സന്തോഷങ്ങളുമെല്ലാം നമ്മുടെ പിതാക്കന്മാരുടെ കൂടി ശ്രമഫലമാണ്, അവരുടെ കൂടി കണ്ണുനീരണിഞ്ഞ പ്രാർത്ഥനകളുടെ ഫലമാണെന്ന് തിരിച്ചറിയുവാൻ നമ്മളുടെ ബോധങ്ങൾ തുറക്കേണ്ടതായിട്ടുണ്ട്. അവരെ ഉപേക്ഷിക്കുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടാകരുത്. അവരെ ഉപേക്ഷിക്കുമ്പോൾ ഈ ജനത കിടന്ന് കറങ്ങിയതുപോലെ വളരെ പെട്ടെന്ന് വാഗ്ദത്ത നാടിലേക്ക് ചെല്ലുന്നതിന് പകരം നിരവധി വർഷങ്ങൾ ചുറ്റിത്തിരിയേണ്ടതായിട്ട് വരും. മുതിർന്നവരുടെ ശാപവും അവരുടെ കരച്ചിലുകളും കണ്ണുനീരുകളും ഭവനത്തിൻ്റെ അസ്ഥിവാരമിളക്കും, യാതൊരു സംശയവും വേണ്ട. അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാത്മീയത കൂടി നാം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അവരെ കൊണ്ട് ഈ ലോകത്തിനോ ഭവനത്തിനോ നമ്മളുടെ ചുറ്റുപാടുകൾക്കോ ഒന്നും ഇനി യാതൊരു ഗുണവുമില്ലെന്ന് നാം വിധിച്ചേക്കാം. അവരുടെ സാന്നിധ്യം മതി ജീവിതം ധന്യമാകുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ. ഒരിക്കലും ഉപേക്ഷിക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മളുടെ വാർദ്ധക്യത്തിലും നമ്മെ ഉപേക്ഷിക്കുന്ന അനുഭവം ഉണ്ടാകും. അതത്ര തിക്തമായി തീരും എന്ന് ധ്യാനപൂർവം ഈ പരിശുദ്ധ ദേവാലയത്തിലായിരിക്കുമ്പോൾ ചിന്തിക്കുവാൻ ഇടവരട്ടെ. ദൈവം ഇസ്രായേൽ ജനതയോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരെ മറക്കരുത്, നിങ്ങളുടെ പിതാക്കന്മാരെ ഉപേക്ഷിക്കരുത്. അവരോട് ഞാൻ സത്യം ചെയ്തു, അതുകൊണ്ട് വാഗ്ദത്ത നാടായ കാനാനിലേക്ക് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നു. നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ പിതാക്കന്മാരോട് നാഥൻ ചെയ്ത സത്യം കൊണ്ട് മാത്രമാണ് നാം സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ജീവിത സുഖങ്ങളിലേക്കും പ്രവേശിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണരുവാൻ ഇടയായി തീരട്ടെ. ആദ്യത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആദ്യമായി ദൈവത്തിൽ ആശ്രയിച്ച് നാം ചിന്തിച്ചത് ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്ത പ്രാപ്തിക്കായുള്ള യാത്രയായിരുന്നു. വാഗ്ദത്ത പ്രാപ്തിക്കായുള്ള യാത്രയിൽ 6 ലക്ഷത്തിലധികം പേർ യാത്ര പുറപ്പെട്ടു. പക്ഷെ സംഖ്യാപുസ്തകം 14-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയും പോലെ യഹോവ പറയുന്നു, ഈ 6 ലക്ഷത്തിലധികം പേർ യാത്ര ചെയ്തെങ്കിലും 2 പേർ മാത്രമേ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കൂ. അതിനുള്ള കാരണങ്ങളാണ് ഇത്രയും നേരം ചിന്തിച്ചു കൊണ്ടിരുന്നത്. വിളിച്ചവനായ ദൈവത്തിൽ അവർക്ക് വിശ്വാസമില്ലാതെ പോയി. ലൗകിക സുഖങ്ങളോട് അമിതമായ ആസക്തിയുള്ളവരായി തീർന്നു. 3 ബോധ്യങ്ങൾ കൂടി അവർക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങൾ വിശുദ്ധ ജനമാണെന്ന ബോധ്യം, ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരുമാകുന്നു എന്നുള്ള ബോധ്യം, ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തോടും മനുഷ്യരോടും സ്നേഹബന്ധമുള്ളവരായിരുന്നു എന്നുള്ള ബോധ്യം. രണ്ടാമതായി ഈ പരിശുദ്ധ വേദഭാഗത്തിൽ കാണുന്ന വേറൊരു യാത്രയിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കാം. അനുതാപത്തിൻ്റെയും വിലാപത്തിൻ്റെയും യാത്ര എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. അനുതാപത്തിൻ്റെയും വിലാപത്തിൻ്റെയും യാത്ര. ബേർഷേബ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്ന
ഹാഗാറിന്റെ ജീവിതത്തിൽ നിന്നാണ് ഈ യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ബേർഷേബ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്ന ഹാഗാറിന്റെ ജീവിതത്തിൽ നിന്ന്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ സുന്ദരമായ ഒരു കുടുംബജീവിതം നാം കാണുന്നുണ്ട്. അബ്രഹാമിന്റെയും ഭാര്യയായ സാറയുടെയും കുടുംബജീവിതം. വാർദ്ധക്യത്തിന്റെ പടിവാതിലുകളിൽ എത്തുന്ന അബ്രഹാമിന് വംശം നിലനിർത്തുവാൻ പോലും സന്തതികളില്ല. സാറായുടെ വിശാലമായ മനസ്ഥിതി മൂലം തന്റെ ദാസിയായ ഹാഗാറിനെ അബ്രഹാമിനെ ഭരമേൽപ്പിക്കുകയാണ്. ഇവളിൽ ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ച് വംശം നിലനിർത്തണം. ദൈവത്തിന്റെ അതിശയകരമായ പ്രവർത്തനം മൂലം ഹാഗാർ ഗർഭം ധരിക്കുന്നു, ഇഷ്മായേലിനെ പ്രസവിക്കുന്നു. എന്നാൽ അവിടെ മുതൽ ഈ ഭവനത്തിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ അല്പം പ്രശ്നസങ്കീർണമാകുന്ന ചിത്രമാണ് നാം കാണുന്നത്. ഹാഗാർ ഗർഭവതിയായ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഈ ദാസിയായ ഹാഗാറിന് യജമാനത്തിയായ സാറായോട് വിരോധം തോന്നുകയാണ്. സാറ നിന്ദിതപാത്രമായി തീരുകയാണ്. എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളൊക്കെ ഇച്ചിരി കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളവരാകുമ്പോൾ നമ്മെ വഴി നടത്തിയവരെയോ ഈ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നവരെയൊക്കെയോ നിന്ദിക്കുന്നത് മനുഷ്യ സഹജമായ പ്രവർത്തനമാണ്. ഇവിടെ ഹാഗാറും ഈ പ്രവർത്തനം ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് സ്വർഗത്തിൽ തമ്പുരാൻ ഇരിപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ദൈവം സാറായുടെ സങ്കടയാചന കേൾക്കുന്നു. അവൾക്കും വാഗ്ദത്തം പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു പുത്രനെ കൊടുക്കുന്നു, ഇസഹാക്കിനെ. സാറാ ഗർഭവതിയായി എന്ന് തിരിച്ചറിഞ്ഞ് ഭവനത്തിലെ നൊമ്പരങ്ങൾ സഹിക്കുവാൻ വയ്യാതെ ഹാഗാർ യാത്രയാവുകയാണ് ബേർഷേബ മരുഭൂമിയിലേക്ക്. കാര്യം ഇനി ആ അബ്രഹാമിന്റെ ഭവനത്തിൽ നിൽക്കുവാൻ പറ്റില്ല. അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് ഇനി ഈ പ്രയാസങ്ങൾ സഹിക്കുവാൻ ഹാഗാറിന് കഴിയുകയില്ല. കാര്യം താൻ അഹങ്കരിച്ചു പോയി, നിഗളിച്ചു പോയി. തന്നെ ഒരു സ്ഥാനവും ഭവനത്തിൽ യോഗ്യതയും ഒക്കെ തന്ന് പരിഗണിച്ച സാറായെ നിന്ദിച്ചുപോയി. ഇനി ആ ഭവനത്തിൽ നിൽക്കുവാൻ സാധിക്കുകയില്ല. അവിടുന്ന് യാത്രയാവുകയാണ്, ഓടിപ്പോവുകയാണ് ബേർഷേബ മരുഭൂമിയിലേക്ക്. ബേർഷേബ മരുഭൂമിയിൽ ചെന്ന് ഒരു കുറുങ്കാട്ടിൻ തണലിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഈ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണുവാൻ വയ്യ എന്ന് പറഞ്ഞ് ഹാഗാർ നിലവിളിക്കുകയാണ്. ഹാഗാർ നിലവിളിക്കുമ്പോൾ നാം കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ കുഞ്ഞിന്റെ നിലവിളിയെ യഹോവയായ ദൈവം കേൾക്കുന്നു. കുഞ്ഞിന്റെ നിലവിളിയെ കേട്ടിട്ട് ഹാഗാറിന്റെ കണ്ണ് തുറക്കുകയാണ്. മരുഭൂമിയുടെ നടുവിൽ മരുപ്പച്ച കാണിച്ചു കൊടുക്കുന്നു. മരുഭൂമിയുടെ നടുവിൽ ഈ കുഞ്ഞിന് കുടിക്കുവാൻ തക്കവണ്ണം ജലത്തെ യഹോവയായ ദൈവം തമ്പുരാൻ കാണിച്ചു കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ചിന്തിക്കണം. അഹങ്കാരത്തിന്റെയും യജമാനത്തെ നിന്ദിക്കുന്നതുമാകുന്ന അനുഭവത്തിൽ നിൽക്കുന്ന ഹാഗാർ യഹോവയോട് അയ്യം വിളിക്കുകയാണ്. വിലാപത്തിന്റെ അനുഭവത്തിലേക്ക് മാറുന്നു. കണ്ണുനീരിന്റെയും കരച്ചിലിന്റെയും അനുഭവത്തിലേക്ക് മാറുന്നു. അങ്ങനെ മാറുമ്പോൾ യഹോവയായ ദൈവം ഹാഗാറിന്റെ നിലവിളിയെ കേൾക്കുന്നു. അപ്പോൾ അഹങ്കാരത്തിന്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ പരാജയങ്ങളാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ വിലാപത്തിന്റെയും കണ്ണുനീരിന്റെയും അനുഭവത്തിൽ ദൈവത്തോട് അയ്യം വിളിക്കുന്ന അനുഭവത്തിൽ നാം എത്തുമ്പോൾ വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവം ജീവിതത്തിൽ ഉണ്ടാകും എന്നത് നാം ആരും മറന്നു പോകരുത്. ഹാഗാർ യജമാനത്തിയെ നിന്ദിച്ചതാണ്. ഭവനത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്റെ ജീവിതം ഇനി യാതൊന്നുമില്ല, കുഞ്ഞും ഞാനും മരിക്കുമെന്ന് ഹൃദയത്തിൽ തീരുമാനമെടുത്തവളാണ്. എന്നാൽ യഹോവയായ ദൈവം മരുഭൂമിയിൽ അവളുടെ വിലാപത്തിന്റെയും കരച്ചിലിന്റെയും അനുഭവം കണ്ടിട്ട് അവൾക്ക് വേണ്ടി, അവളുടെ കുഞ്ഞിന് വേണ്ടി ജീവജലത്തിന്റെ ഉറവയെ തുറന്നു കൊടുക്കുന്നു. ഈ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അബ്രഹാമിന് വേണ്ടി മോറിയ മലയിൽ യാഗപീഠത്തിൽ യാഗമർപ്പിക്കുവാൻ തക്കവണ്ണം ഇസഹാക്കിനെ ബലി കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇസഹാക്കിന് പകരം വൃക്ഷത്തിന്മേൽ കുഞ്ഞാടിനെ ക്രമീകരിച്ചവനാണ് നമ്മളുടെ ദൈവം. കുഞ്ഞ് മരിച്ചു പോകുമെന്ന് വെച്ച് കുറുങ്കാട്ടിൻ തണൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചപ്പോൾ മരുഭൂമിയിൽ ജീവജലത്തിന്റെ ഉറവയെ തുറന്നവനാണ് നമ്മളുടെ ദൈവം. മത്സ്യത്തിന്റെ വായിൽ നിന്ന് ശിഷ്യന്മാർക്ക് കരമടയ്ക്കുവാൻ തക്കവണ്ണം ദ്രഹ്മപ്പണത്തെ നൽകിയവനാണ് നമ്മളുടെ ദൈവം. അങ്ങനെയെങ്കിൽ
ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രതികൂലതകളിലുമായിരിക്കുമ്പോൾ അവൻ കൈപിടിച്ച് നടത്തും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകണം. ഇതിനാദ്യം വേണ്ടത് അനുതാപവും വിലാപവും കണ്ണുനീരുമാണ്. അനുതാപത്തിന്റെയും കണ്ണുനീരിന്റെയും അനുഭവത്തിൽ കൂടി എത്തുമ്പോൾ അവൻ നമ്മെ കൈവിടുകയില്ല എന്നതിന് യാതൊരു സംശയവും വേണ്ട. യൂദായുടെയും പത്രോസിന്റെയും അനുഭവം വരച്ചു കാണിക്കുന്നതും അത് തന്നെയാണല്ലോ. രണ്ടുപേരും തത്വത്തിൽ ചെയ്തത് ഒരൊറ്റ പ്രവർത്തനം മാത്രമാണ്. സ്നേഹിതനായ നാഥനെ ഉപേക്ഷിച്ചു പറഞ്ഞു. യൂദാ 30 വെള്ളിക്കാശ് വാങ്ങി ഉപേക്ഷിച്ചു പറഞ്ഞു. പത്രോസ് ഒരു ജനക്കൂട്ടത്തിന്റെ മുമ്പാകെ നിന്ന് ഉപേക്ഷിച്ചു പറയും. കേവലം ബാല്യക്കാരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു. രണ്ടുപേരും തള്ളി പറയുകയാണ് ചെയ്തത്. എന്നാൽ പത്രോസ് അനുതാപത്തോടുകൂടി തിരിച്ചു വരുന്ന ചിത്രമാണ് നാം കാണുന്നത്. യൂദായ്ക്ക് അനുതാപം ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ദർഗായിൽ നിന്ന്, മഹത്വത്തിന്റെ പദവിയിൽ നിന്ന് വീണു പോകുന്നത്. അനുതാപം മനുഷ്യരാശിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ വരദാനം തന്നെയാണ്. മുടിയനായ പുത്രന്റെ ഉപമയിൽ കാണുന്നതും അത് തന്നെയാണ്. പിതാവിനെ പരിത്യജിച്ച്, പിതാവിന്റെ ഭവനത്തിലുള്ള വാസത്തെ പരിത്യജിച്ച്, അവനോടുകൂടിയുള്ള സന്തോഷത്തെ പരിത്യജിച്ച് ഇറങ്ങിപ്പോയി ധൂർത്തപുത്രൻ. ഇറങ്ങിപ്പോയിട്ട് അവൻ തിരികെ വരികയാണ്. അവന് ബോധമുണർന്നു. വേദഭാഗത്തിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അവന് ബോധമുണർന്നു. ബോധമുണരുന്നതാണ് അനുതാപം. അവന് ബോധമുണർന്നു. പിതാവിന്റെ ഭവനത്തിൽ എത്രയധികം ആളുകൾ സന്തോഷത്തോടുകൂടി കഴിയുന്നു, അവരോടുകൂടി എനിക്കും സന്തോഷത്തിൽ കഴിയാം എന്നുള്ള ബോധമുണർന്നിട്ട് അവൻ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരികെ വരികയാണ്. ഈ ബോധം ഹൃദയത്തിൽ ഉണരുവാൻ സാധിക്കണം. ഈ ബോധം ഉണരണമെങ്കിൽ അനുദിനം പ്രാർത്ഥനയുടെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം. ബോധമുണർന്നവരുടെ ജീവിതകഥകൾ വായിക്കുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെ ബോധമുണരുന്നുവെങ്കിൽ കഷ്ടപ്പാടുകളുടെയും പ്രതികൂലതകളുടെയും നടുവിൽ നാം ആരും തളർന്നു പോവുകയില്ല. ഹാഗാറിൻ്റെ കണ്ണിനെ തുറക്കുന്ന ദൈവം ഇനി ഞായറാഴ്ച വായിക്കുവാൻ പോവുകയാണ്. ശിഷ്യന്മാർ പലായനം ചെയ്യുകയാണ് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക്. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് തങ്ങളോട് കൂടെ സഹയാത്രികനായി വർത്താനം പറഞ്ഞ് നടക്കുന്നത് ക്രിസ്തുവാകുന്നു എന്നുള്ള തിരിച്ചറിവില്ലാതെ പോകുന്നു. ക്രിസ്തുവാകുന്നുള്ള തിരിച്ചറിവില്ലാതെ പോയ ശിഷ്യന്മാർക്ക് അവൻ അപ്പം നുറുക്കി കൊടുത്തു, അവരുടെ കണ്ണ് തുറന്നു. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കണ്ണ് തുറക്കും, യാതൊരു സംശയവും വേണ്ട. ഈ പരിശുദ്ധ ബലിപീഠത്തിൽ ഓരോ വിശുദ്ധ ബലിയിലും അപ്പം മുറിക്കപ്പെടുമ്പോൾ നമ്മളുടെ കണ്ണുകളും തുറക്കേണ്ടതാണ്. കണ്ണുകൾ തുറക്കുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധി എന്ന് തോന്നുന്ന മരുഭൂമിയുടെ നടുവിലും പ്രത്യാശയുടെ വെളിച്ചം നാം കാണും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഒരനുഭവത്തിലേക്ക് ദൈവം നമ്മെ എത്തിക്കും. മൂന്നാമതായി ഒരു യാത്ര കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കാമെന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നു. മൂന്നാമതായി നാം കാണുന്നത് അനുരഞ്ജനത്തിൻ്റെ യാത്രയാണ്. അനുരഞ്ജനത്തിൻ്റെ യാത്ര. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ജ്യേഷ്ഠാനിയന്മാരുടെ കഥ. നമുക്കേവർക്കും അറിയാവുന്ന ജീവിത കഥയാണത്. യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും ജീവിതകഥ. നമുക്കറിയാം, മൂത്തപുത്രനാണ് പാരമ്പര്യപ്രകാരം അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ടത്. എന്നാൽ അമ്മയ്ക്ക് സ്നേഹം ഇളയപുത്രനോടായി. ഇളയപുത്രനോട് സ്നേഹമുള്ളതുകൊണ്ട് ഇളയപുത്രനെ പിതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ അമ്മ ഒരുക്കി വിടുന്നു. പിതാവിൻ്റെ അനുഗ്രഹം ഇളയപുത്രനായ യാക്കോബിന് ലഭിക്കുകയും ചെയ്യുന്നു. യാക്കോബിന് അറിയാം, അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം പിന്നെ ജ്യേഷ്ഠന്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുകയില്ല. തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ ഭവനത്തിലേക്ക് ഓടിപ്പോയി അവിടെ 20-ൽ പരം വർഷങ്ങൾ ലാബാന് ദാസ്യവേല ചെയ്തുകൊണ്ട് അവിടെ കഴിയുകയാണ്. ദാസ്യവേല ചെയ്തുകൊണ്ട് അവിടെ കഴിയുന്ന അനുഭവത്തിൽ അവന് സമ്പത്തുണ്ടായി, പ്രതാപങ്ങളുണ്ടായി, ജീവിത സുഖങ്ങളുണ്ടായി. ഇതെല്ലാം ലഭിച്ചപ്പോൾ യാക്കോബിന് തൻ്റെ ജ്യേഷ്ഠനായ ഏശാവിനെ കാണണം എന്നുള്ള ആഗ്രഹം ഉദിക്കുകയാണ്. ഈ ആഗ്രഹം ഉദിച്ചിട്ട് അവൻ ഏശാവിനെ കാണുവാൻ തക്കവണ്ണം യാത്രയാകുന്ന ചിത്രം ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 33-ാം അധ്യായം 3-4 വാക്യങ്ങളിലാണ് അവ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ കാണുന്നത് ഇപ്രകാരമാണ്:
അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്ത് ചെന്നു. ഏശാവ് അവനെ കണ്ടപ്പോൾ ഓടി വന്ന് എതിരേറ്റ് ആലിംഗനം ചെയ്ത് അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. പരസ്പരം വിദ്വേഷത്തിൻ്റെയും പകയുടെയും അനുഭവത്തിൽ നിന്നിരുന്ന 2 സഹോദരന്മാർ പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും അനുഭവത്തിലേക്ക് എത്തുന്നത് എത്ര പെട്ടെന്നാണ് എന്ന് തിരിച്ചറിയണം. 2 പേരും ഒരുമിച്ച് സന്തോഷം പങ്കിടുന്ന, പരസ്പരം ഭാരങ്ങൾ പങ്കുവെക്കുന്ന, പരസ്പരം ചുംബിക്കുന്ന അതുല്യമായ ഒരനുഭവത്തിലേക്ക് 2 പേരും പ്രവേശിക്കും. കാരണം അവർക്ക് ജീവിതത്തിൽ ഇനി ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള, ദൈവമാണ് വഴി നടത്തിയത് എന്നുള്ള ബോധ്യത്തിലുള്ള ഈ 2 സഹോദരങ്ങളും പരസ്പരം പിന്നീട് ഭിന്നതകളില്ല, പരസ്പരം വ്യാകുലങ്ങളോ ആകുലതകളോ ഇല്ല. സ്നേഹവും കരുതലും മാത്രം. ഇവിടെ കൂടിയിരിക്കുന്ന പല ഭവനങ്ങളിലും ഈ അനുഭവം ഇല്ല എന്നുള്ളത് പരമാർത്ഥമാണ്. അനുരഞ്ജനത്തിൻ്റെ അഭാവമാണ് നമ്മളുടെ ഭവനങ്ങളെ പ്രയാസത്തിലും പ്രശ്നത്തിലും ആക്കുന്നത്. കുടുംബം എന്നുള്ളത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് എന്ന് പലപ്പോഴും വായിച്ചും പറഞ്ഞും നാം കേട്ടിട്ടുള്ളതാണ്. കൂടുമ്പോൾ ഇമ്പമുള്ള ഭവനം, പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ജീവിക്കുന്ന, ഒരുമിച്ച് ഭാരങ്ങൾ പങ്കുവെക്കുന്ന, സന്തോഷം പങ്കുവെക്കുന്ന ഒരു ഭവനം. എന്നാൽ ഈ കാഴ്ചപ്പാടുകളൊക്കെയും ഈ ഉത്തരാധുനിക യുഗത്തിൽ ഇല്ലാതെയായി പോകുന്നു എന്നുള്ളത് കണ്ണുനീരോടുകൂടി മാത്രമേ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. പരസ്പരം ഭാരം പങ്കുവെക്കുന്ന ഭവനം പരസ്പരം വിദ്വേഷത്തിൻ്റെ ഭവനമായി മാറുമ്പോൾ ഈ സഹോദരന്മാരെ വിസ്മരിച്ചു പോകരുത്. 2 പേരും പരസ്പരം കണ്ടാൽ പരസ്പരം നിഗ്രഹിക്കും എന്ന് ഉറപ്പായി തീരുമാനമെടുത്തവരായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ 2 പേരും പരസ്പരം സഹകരിക്കുന്ന, ചുംബിക്കുന്ന, സ്നേഹിക്കുന്ന അനുഭവത്തിലേക്ക് വളരുന്നു. ഈ അനുരഞ്ജനത്തിൻ്റെ അഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അനുരഞ്ജനത്തോടുകൂടി കുടുംബത്തിലായിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ കൂടി പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണല്ലോ മണവാളിനും മണവാട്ടിയും പുതിയ ദാമ്പത്യ ബന്ധത്തിലേക്ക് കടക്കുന്നത്. പൗരസ്ത്യ ആരാധന പ്രകാരം നമ്മളുടെ വിവാഹ കൂദാശയിൽ സംബന്ധിച്ചിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കുരിശാകുന്ന കിരീടമാണ് മണവാളനും മണവാട്ടിക്കും കാർമ്മികരായ പുരോഹിതന്മാർ വാഴ്ത്തി നൽകുന്നത്. അതിലൊരു അന്തരാർത്ഥം കൂടിയുണ്ട്. മറ്റു പല സഭകളിലും മണവാട്ടിയെ കിരീടം ധരിപ്പിച്ചുകൊണ്ട് രാജകുമാരിയായി കടന്നു വരുന്ന പതിവാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മളുടെ സഭയിൽ ആ പാരമ്പര്യമല്ല. കുരിശാകുന്ന കിരീടമാണ് സഭയ്ക്ക് നൽകുവാനുള്ളത്. കാരണം കുരിശ് പ്രതിസന്ധികളുടെയും വേദനയുടെയും നൊമ്പരങ്ങളുടെയും പ്രതീകമാണ്. ഈ കുരിശാണ് വാഴ്ത്തി നൽകുന്നത്. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും പ്രതികൂലതകളും ധാരാളം ഉണ്ടാകും. എന്നാൽ ഈ കഷ്ടപ്പാടിൻ്റെയും പ്രതിസന്ധിയുടെയും പ്രതീകമായ കുരിശിനെ കിരീടമാക്കി കാണുവാൻ മണവാളിനും മണവാട്ടിക്കും സാധിക്കണം. കുരിശിനെ കിരീടമാക്കി കാണുവാൻ എവിടെ പരാജയപ്പെടുന്നുവോ അവിടെയാണ് ഭവനബന്ധങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ, സമൂഹത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത്. തമ്പുരാൻ നൽകിയ ദാമ്പത്യ ജീവിതം വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടി നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ പരിശുദ്ധ ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് പ്രതിജ്ഞ എടുത്തുകൊണ്ട് യാത്രയായി എന്നുള്ളത് ചിന്തിക്കണം. ഇവിടെ നിന്ന് യോജിപ്പിച്ച് വിടുന്നത് ജീവിതാവസാനം വരെയാണ്, മരണം വരെയാണ്, മകരം വരെയല്ല. മരണം വരെ ഒരുമിപ്പിച്ച് യാത്രയാക്കുകയാണ്. എന്ത് കുറവുകൾ പരസ്പരമുണ്ടെങ്കിലും അത് പരസ്പരം അംഗീകരിക്കുവാനും ആദരിക്കുവാനും സാധിക്കുന്ന ഒരു ആത്മീയതയുണ്ടെങ്കിൽ വിവാഹ കൂദാശ, ദാമ്പത്തിക ബന്ധം, കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ജീവിതത്തിലെ കഷ്ടതകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് ദൈവസന്നിധിയിൽ തലകൾ വണക്കുവാനും നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമ്മളുടെ ജീവിതത്തിലുള്ളൂ എന്നുള്ളത് തിരിച്ചറിയുവാൻ ഇടയാകണം. പഴയ നിയമത്തിൽ വളരെ ശ്രദ്ധാർഹനായ ഒരു പ്രവാചകനുണ്ട്, ഹബക്കൂക്ക് പ്രവാചകൻ.
ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പ്രവാചകൻ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. യഹോവയായ ദൈവം പ്രവാചകനോട് അരുളി ചെയ്തു, നിന്റെ അത്തിവൃക്ഷം തളിർക്കുകയില്ല, നിന്റെ മുന്തിരിവള്ളിയിൽ ഫലങ്ങൾ ഉണ്ടാവുകയില്ല, നിന്റെ നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഇങ്ങനെ നിരവധി ശാപവാക്കുകളാണ് പ്രവാചകൻ കേൾക്കുന്നത്. പ്രവാചകൻ കേൾക്കുമ്പോൾ തിരിച്ച് യഹോവയായ ദൈവത്തോട് ഈ പ്രവാചകൻ പറയുന്നൊരു മറുപടിയുണ്ട്. ഏറ്റവും അധികം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. പ്രവാചകൻ പറയുന്നത്, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഈ ഒരു തീരുമാനത്തിലേക്ക് വളരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ഇടയാക്കുമെങ്കിൽ, അതുതന്നെയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യവും. എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. ഒരു കണ്ടീഷനുകളുമില്ല. എനിക്കത് തരുമെങ്കിൽ ഞാൻ യഹോവയിൽ വിശ്വസിക്കുമെന്നല്ല, എൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റി തരുമെങ്കിൽ ഞാൻ യഹോവയിൽ വിശ്വസിക്കുമെന്നല്ല, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായിക്കൊള്ളട്ടെ, എന്തൊക്കെ പ്രതികൂലതകൾ ഉണ്ടായിക്കോട്ടെ, പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. ദൈവം നടത്തിയ വലിയ കൃപകളെ ധ്യാനിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചില്ല എങ്കിൽ, നമ്മെ വിശുദ്ധ ജനമായി വിളിച്ചതുകൊണ്ട്, ക്രൈസ്തവ ജീവിതത്തിലേക്ക് നമ്മെ തിരഞ്ഞെടുത്തതുകൊണ്ട്, നമ്മെ അതിനുവേണ്ടി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും കാണുകയില്ല. ദൈവം വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടിയാണ്, അവനെ അനുഗമിക്കുവാൻ വേണ്ടിയാണ്, അവനോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ്. ഈ ബോധ്യത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകുവാൻ ഇടയാകരുത്. നാം തള്ളിപ്പറഞ്ഞാലും ഉപേക്ഷിച്ചാലും ജീവിതത്തിൻ്റെ പാതി വഴിയിലിട്ടിട്ട് പോയാലും അവൻ നമ്മെ വീണ്ടും വീണ്ടും പിന്തുടരുന്നുണ്ട്. ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ടാണല്ലോ പുനരുത്ഥാനത്തിന് ശേഷം ഉപേക്ഷിച്ച് പറഞ്ഞ ശിഷ്യന്മാരുടെ അടുക്കൽ അവൻ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവർക്ക് സമാധാനം ആശംസിക്കുകയാണ്. അവർ പഴയ ജോലിയിലേക്ക് പോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു. അവർ പരസ്പരം നടന്നു പോയപ്പോൾ അവിടെയും അവൻ കൂടെയുണ്ട്. അവർ ഭയത്തോടുകൂടി വാതിലടച്ചിരുന്നപ്പോൾ അവിടെയുമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ ചെറുകൂട്ടത്തിന് മുമ്പിലും അവനുണ്ട്, നമ്മളുടെ ഇടയിൽ അവനുണ്ട്. ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ, നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുന്നത് പുരമുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഘോഷിക്കണം എന്ന് പറയുന്ന വിധത്തിൽ നമ്മളുടെ ചെവിയോട് മന്ത്രിക്കാൻ ഇടയുള്ള രീതിയിൽ ഏറ്റവും അരികിൽ അവനുണ്ട്. ആ ഒരു ബോധ്യത്തിലേക്ക് വളരുവാനും ആ ഒരു ആത്മീയതയെ സ്വന്തമാക്കുവാനും എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ കൃപയാലും അനുഗ്രഹങ്ങളാലും ഈ ജീവിതത്തിലേക്ക് ഞങ്ങളെ നീ വിളിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കഴിവും യോഗ്യതയുമല്ല, ഞങ്ങളുടെ വ്യക്തിമഹാത്മ്യം കൊണ്ടല്ല, ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം കൊണ്ടുമല്ല, നിന്റെ സ്നേഹം ഒന്ന് മാത്രമാകുന്നു ഞങ്ങളെ ഈ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ശിരസ്സുകളെ നിന്റെ മുമ്പിൽ നമിച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവമായ കർത്താവേ, നീ തിരഞ്ഞെടുത്ത ജാതിയായ ഇസ്രയേലിനെ പോലെ ഞങ്ങളെയും നീ തിരഞ്ഞെടുത്തിരിക്കുന്നു. എങ്കിലും ദൈവമേ, വാഗ്ദത്ത നാടായ കാനാനെ പ്രാപിക്കുവാൻ തക്കവണ്ണം യാത്ര ചെയ്ത ഇസ്രയേൽ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ വിളിച്ചവനായ ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലാതെ പോയി. വഴി നടത്തുന്ന ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട അവർ ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെ പോയി. ദൈവമാകുന്നു വഴി നടത്തുന്നതെന്നുള്ള ബോധ്യം നശിച്ച് ഞങ്ങൾ വിശുദ്ധജനമാകുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്ന് അവർ അകന്നുപോയി. ദൈവം കൈപിടിച്ച് നടത്തുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്ന് അകന്നുപോയിട്ട് അവരുടെ പിതാക്കന്മാരുടെ കഴിവുകളെയും പിതാക്കന്മാരുടെ ജീവിതത്തെയും അനുകരിക്കുവാൻ അവർ മറന്നുപോയി. ദൈവമേ, ഇതേപോലെ ഞങ്ങളും നിന്നിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. കുരിശിന്മേൽ ഞങ്ങൾക്ക് വേണ്ടി കരങ്ങളെ വിരിച്ച അരുമനാഥനെ, ഞങ്ങളുടെ അടുക്കലേക്ക് നീ ഇറങ്ങി വരണമേ. ഞങ്ങളെ അവിടുത്തെ വകയാക്കി തീർക്കണമേ. ഞങ്ങൾ അകന്നുപോയെങ്കിലും ഞങ്ങളെ പിന്തുടരുന്ന സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഈ സമയം ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളോട് ചേർന്ന് ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കേറ്റ സമീപസ്ഥനായി നീ പ്രത്യക്ഷപ്പെടണമേ. ഞങ്ങളുടെ ഭാരങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ദൈവമേ എല്ലാവരേക്കാളും അറിയാവുന്നവൻ നീ തന്നെയാകുന്നുവല്ലോ. നീ തൊട്ടവരും നിന്നെ തൊട്ടവരും സൗഖ്യമായിട്ടുണ്ടല്ലോ. അവിടുത്തെ സൗഖ്യദാനത്തിൻ്റെ കരസ്പർശം നീട്ടി രോഗികളായ ഞങ്ങളെ സ്പർശിക്കണമേ.
ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ, ഞങ്ങൾക്ക് പുതിയ ജീവൻ നൽകണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിന്നോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടതകളുണ്ട്. എന്നാൽ കഷ്ടതകളെയും പ്രയാസത്തെയും മരണത്തെയും ഒക്കെ ജയിച്ചവനായി നിന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് കഷ്ടതകളൊക്കെയും നിന്നെ അറിയുന്നതിനുള്ള മുഖാന്തരമായി തിരിച്ചറിയുവാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, യഥാർത്ഥമായ അനുരഞ്ജനത്തിൻ്റെ യാത്ര ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകണമേ. തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെ അവിടുന്ന് ചേർത്തൊന്നാക്കണമേ. പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് നിന്നിൽ സത്യം ചെയ്ത് പ്രതിജ്ഞ ചെയ്ത് കർത്താവെ ഞങ്ങൾ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം ഇടമുറിയാതെ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയുടെ മധ്യത്തിലും വഴിതെളിക്കുന്ന ദൈവത്തെ കാണുവാൻ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഹാഗാറിന് മരുഭൂമിയിൽ ജലത്തെ കൊടുത്ത ദൈവമേ, ഈ ജീവിതമാകുന്ന മരുഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെയും ശബ്ദം കേട്ട് ഞങ്ങളുടെ മുമ്പിലും നീ പ്രതീക്ഷയുടെ പുതിയ നാളത്തെ തെളിച്ചു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയവരെ ഇമ്പങ്ങളുടെ പർദീസായിൽ വിശുദ്ധന്മാരോടുകൂടി ആനന്ദം അനുഭവിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ